എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നു. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. മതി. പരിശുദ്ധ ആത്മാവ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ദൈവവചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും വേദപുസ്തകത്തിൽ പറയുന്ന ദൈവവചനത്തിന് നമ്മൾ വേണ്ടതുപോലെ പ്രാധാന്യത കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്നാണ്. മോശ വിശ്വസ്തനായിരുന്നു എന്ന് വചനം പറയുമ്പോൾ അങ്ങനെ തന്നെയാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകണം. പുറപ്പാട് പുസ്തകം മോശ തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ചില വസ്തുതകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. 39-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. 40-ന്റെ 16-ാം വാക്യം മോശ അങ്ങനെ ചെയ്തു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെ അവൻ ചെയ്തു. 19-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 23-ാം വാക്യം അടുക്കി വെച്ചു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 25-ൽ പറയുന്നു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 27-ൽ പറയുന്നു, 29-ൽ പറയുന്നു, 32-ൽ പറയുന്നു. എവിടെ വെച്ച്? പർവ്വതത്തിൽ വെച്ച്. സ്വർഗത്തിലുള്ള ആരാധനയുടെ ആ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ചിത്രം അവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇതുപോലെ നീ എന്ത് ചെയ്യണം? സമാഗമന കൂടാരം പണിയണം, അഹരോന് വസ്ത്രമുണ്ടാക്കണം, അതിന്മേൽ പതിക്കേണ്ടതായ ഓരോ ചിത്ര തയ്യലുകൾ, അതിൽ ഉണ്ടാകേണ്ടതായ ഓരോ വസ്തുക്കളും എണ്ണി 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 അവനോട് പറഞ്ഞു. ആ പറഞ്ഞതായ കാര്യം എന്നാ കുറച്ചും കൂടെ ഭംഗി വരും, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു ആര് ചെയ്തില്ല? ദൈവം എന്ത് കൽപ്പിച്ചുവോ അതുപോലെ അവൻ ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. കൽപ്പിച്ചതുപോലെ തന്നെ, കൽപ്പിച്ചതുപോലെ തന്നെ, കൽപ്പിച്ചതുപോലെ തന്നെ. അതിനകത്ത് കൂട്ടിയുമില്ല കുറച്ചുമില്ല. സ്തോത്രം. ഇതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനം. ദൈവം നിന്നോട് എന്തു പറയുന്നു അത് നീ ചെയ്താൽ മതി. അതിന് കൂട്ടാനും പോകണ്ട, കുറയ്ക്കാനും പോകണ്ട. എനിക്ക് ഇങ്ങനെയാ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. നിന്റെ തോന്നൽ അതിനകത്ത് കേട്ടണ്ട. നിന്റെ തോന്നല് അതിനകത്ത് കേട്ടണ്ടെന്നേ.
Amen. സ്തോത്രം. ഇങ്ങനെ ആയപ്പോ എന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങ് എത്തില്ല മോനെ, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങ് എത്തില്ലെന്നേ ഉള്ളൂ. ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ സമാഗമന കൂടാരവും അതിന്റെ കാര്യങ്ങളും ചെയ്തപ്പോൾ 34 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. എപ്പോൾ? ദൈവ വ്യവസ്ഥ പ്രകാരം ചെയ്തപ്പോൾ. അത് മറക്കരുത്. സ്തോത്രം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. സ്തോത്രം. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തു. മോശയ്ക്ക് ഉണ്ടാക്കിയവന് അകത്ത് കിടക്കാൻ പറ്റിയില്ലെന്ന്. ഇത്രയും പണി ചെയ്തവന് അതിനകത്ത് കിടക്കാൻ പറ്റിയില്ലെന്ന് ദൈവസാന്നിധ്യം വന്നപ്പോ. ഹല്ലേലൂയ. ദൈവമേ, ഈ സമാഗമന കൂടാരം ദൈവം വസിക്കുവാൻ, ഈ ഭൂമിയിൽ വാസം ചെയ്യുവാൻ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയാം. വചനപ്രകാരം നീ നിന്നെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ഹൃദയത്തിനകത്ത് പിതൃപുത്ര പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യം വരുമ്പോൾ നിന്റെ ശരീരത്തിലുള്ള, നിന്റെ ജീവിതത്തിലുള്ള അവസ്ഥകൾക്ക് വ്യതിയാനം നൽകി നിന്റെ ആള് മാറിയവരെ പോലെ ഒരു വ്യതിയാനം വന്ന ഒരു വ്യക്തിത്വമാക്കി തീർക്കുവാൻ തക്കതായ ദൈവിക പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുവാൻ നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇച്ചിരി എനിക്ക് ഇഷ്ടായിട്ട് തോന്നിയതാ. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദൈവസാന്നിധ്യം എന്തിയില്ല, വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടില്ല. സ്തോത്രം. ഈ വചനഭാഗങ്ങളൊന്ന് വായിക്കണം, അണുവിണ വിടാതെ. എന്തു ദൈവം കൽപ്പിച്ചുവോ അതുപോലെ അവൻ ചെയ്യുവാനിടയായി. മോശ അത് ചെയ്തപ്പോൾ രണ്ടുപേരെയാണല്ലോ ഇവിടെ താരതമ്യപ്പെടുത്തുന്നത്. മോശ വിശ്വസ്തനായിരുന്നു, അതുപോലെ തന്നെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. സ്തോത്രം. ഇനി എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ചേർത്ത് വായിച്ചാട്ടെ. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമേ, ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവം പറഞ്ഞ വാക്ക്, ആ പുത്രൻ പറഞ്ഞ വാക്ക് നീ അനുസരിക്കുവാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിന്നെ വഹിക്കുന്ന, നിനക്ക് വേണ്ടുന്നത്
നൽകിത്തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന ദൈവമെന്ന് മറക്കരുത് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണെന്നറിയാമോ ഇത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കേണ്ടി വന്നത്? നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാ. പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുവാൻ, ദൈവസന്നിധിയോട് ചേർത്ത് കൊണ്ടുവരുവാൻ വളരെ ലളിതമായ ഒരു വ്യവസ്ഥ ദൈവം വെച്ചു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ ധനികനായാലും ശ്വസിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. എത്ര കോടീശ്വരനാകട്ടെ, ഹല്ലേലൂയ, ലോകത്തിലെ ഏറ്റവും വലിയ 1-ാം നമ്പർ ഹല്ലേലൂയ ധനികൻ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്കിനും ഈ ശ്വാസം തന്നെ വേണം. അത് ഈ ഭൂമിയിൽ തന്നെ ശ്വസിക്കണം. എന്നാൽ ഞാൻ അങ്ങ് മേളിൽ പോയിട്ട് ശ്വസിക്കാം എന്ന് പറഞ്ഞ് നടക്കില്ല. അവന് വേണമെങ്കിൽ ഹല്ലേലൂയ ഈ രാജ്യത്ത് നിന്നുകൊണ്ട്, അവനായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കോടിക്കണക്കിന് ദൂരമുള്ള മൈലുകൾക്കപ്പുറമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള സംവിധാനം അവന്റെ കയ്യിലുണ്ട്. എന്നാൽ അവിടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്സിജൻ കൊണ്ടുപോകണം. ആമേൻ. ആമേൻ. ഭൂമിയിൽ മാത്രമേ എന്തുള്ളൂ? ഓക്സിജൻ ശ്വസിക്കുവാനുള്ള പ്രാണവായുള്ളൂ. അവൻ പോകുമ്പോഴും നമ്മൾ ശ്വസിക്കുന്ന അതേ പ്രാണവായു അവനും ശ്വസിക്കണം. ധനികനാണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് ശ്വസിക്കും, നടക്കില്ല. എന്നാൽ ഞാൻ കുറച്ച് കുറവ് ശ്വസിക്കുള്ളൂ, നടക്കില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ഹല്ലേലൂയ പ്രാണവായു അവൻ ശ്വസിച്ചേ മതിയാകൂ. എന്നതുപോലെ തന്നെ ദൈവമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ വളരെ ലളിതമായ ഒരു വ്യവസ്ഥ കാൽവറി ക്രൂശ് കർത്താവ് ഒരുക്കി. അതിന് വേദപുസ്തകം പറയുന്ന ഭാഷ എങ്ങനെയാണ്? മക്കൾ 14-ാം വാക്യം 2 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെയായി. അപ്പോൾ ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്? ഹല്ലേലൂയ. ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതായ മനുഷ്യവർഗം പാപത്തിന് അടിമപ്പെട്ടപ്പോൾ അവനും അവരെ പോലെയായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് സ്വർഗത്തിൽ പോകുവാനുള്ള വഴി മക്കളെ ഇതാണെന്ന് കാണിച്ചു തന്നു. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഹല്ലേലൂയ. ജീവിതം ഹല്ലേലൂയ ജീവിക്കുവാൻ അവസരം കിട്ടുമ്പോൾ പ്രാണപ്രിയനെ കണ്ടുകൊണ്ട് അവന്റെ അടുക്കലേക്ക് അടുത്തു വന്നാൽ നിത്യത പ്രാപിക്കാം. മരണശേഷമല്ല, ഹല്ലേലൂയ ക്രിയകൾ ചെയ്തിട്ടല്ല. വളരെ ലളിതമായ ഒരു വ്യവസ്ഥ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ധനികനായ ഇലോൺ മസ്കിനും ഇതേ വചനം തന്നെയാണ് ബാധകം. ദരിദ്രനായ, വീടില്ലാതെ ഏതെങ്കിലും പടിപ്പുരക്കൽ കിടക്കുന്ന ഒരു ദരിദ്രനായാലും അവനും ഇതേ വചനം തന്നെയാണ് പ്രമാണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതിൽ ധനികനെന്നില്ല, അതിൽ ദരിദ്രനെന്നില്ല, അതിൽ ജാതി മത വ്യത്യാസങ്ങളില്ല. ഏത് വ്യക്തിക്കും കയറി നിൽക്കാം. അതിനകത്ത് കയറി നിന്നാൽ നിത്യതയുടെ തീരത്തേക്കുള്ള യാത്രയിൽ നിന്നെ അവിടെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വാഹനം യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ചന്ദ്രനിൽ പോകുവാനുള്ള വാഹനം
മനുഷ്യനുണ്ടാക്കി. സ്വർഗത്തിൽ പോകാനുള്ള വാഹനം ഇതുവരെ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സ്വർഗത്തിൽ പോകാൻ അത് കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല. സ്തോത്രം. സ്വർഗത്തിൽ പോകാനുള്ള ഒരേ ഒരു വാഹനമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? ഒരു പൊട്ടിയെ പോലെ വിശ്വസിക്കണം. എന്റെ പാപത്തിന് വേണ്ടി മരിച്ചത് എനിക്ക് പകരമാണെന്ന് വിശ്വസിക്കണം. അവൻ ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, അവനെ കൈക്കൊള്ളണം. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ ലളിതമായ ഒരു വ്യവസ്ഥ. ആമേൻ. 1000 കിലോ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാനി കൊണ്ടുവന്ന് എന്ത് ചെയ്യും? 1000 കിലോ സ്വർണം കൊണ്ടുവന്ന് വെക്കും. അംബാനിയെ സംബന്ധിച്ചിടത്തോളം 1000 കിലോ സ്വർണ്ണമൊന്നും ഒന്നുമില്ല. അപ്പൊ നമുക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ 1000 പോയിട്ട് ഒരു തരി പോലും നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമുക്ക് പോകാൻ പറ്റുമോ? സ്തോത്രം. ദൈവം നീതിമാനാകൊണ്ട്, പഴയ നിയമത്തിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ധനികൻ കൂടുതൽ വില കൊടുക്കരുത്, ദരിദ്രൻ കുറവ് കൊടുക്കരുത്. വീണ്ടെടുപ്പ് വില ഹല്ലേലൂയ തുല്യമായിരിക്കും. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വില മറ്റൊരുവൻ നൽകി. നീ വിശ്വസിച്ചാൽ മതി, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി, ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് വില കാൽവരി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി യേശു കർത്താവ് നൽകി തീർത്തു. വിശ്വസ്തയോടെ ക്രിസ്തു അത് ചെയ്തെന്ന് തീർത്തു. ക്രിസ്തു എവിടെയാണ്? യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. എന്തിനു വേണ്ടിയാ നിയമിച്ചാക്കിയേ? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ. വീണ്ടെടുപ്പ് എങ്ങനെ നടക്കുക? സ്തോത്രം. അവസാന തുള്ളി രക്തം വരെ എന്ത് ചെയ്യണം? അത് ചൊരിയപ്പെടുവാൻ ദൈവം കണ്ട വ്യവസ്ഥ അവന്റെ പുറം തല്ലിക്കീറി. ഉഴവുചാലുകളെ നീളത്തിൽ കീറി എന്നാണ് വചനം പറയുന്നത്. മറ്റൊരിടത്ത് പറയുന്നു, ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴതു. ഹല്ലേലൂയ. മാത്രമല്ല തലയിൽ മുൾക്കിരീടം, മുഖത്തെ രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് കൂട്ടിപ്പിടിച്ച് പിഴുതെടുത്തു. ശരീരത്ത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ മുടിയുണ്ടല്ലോ, ഒന്ന് തലയിലെ മുടി വലിക്കരുത്. ഈ കൈയുടെയും കാലിലെയും മുടി എന്ത് ചെയ്യണം? ഒന്ന് വലിച്ചു നോക്കണം, വേദനയുണ്ടോ എന്ന്. ഒന്നൊന്നായി അവർ പറിച്ചെടുത്തു. ആർക്ക് വേണ്ടി? സ്തോത്രം. നമുക്ക് വേണ്ടി എന്ന് പറയരുത്, എനിക്ക് വേണ്ടി എന്ന് പറയണം. എന്റെ പാപത്തിന്റെ പരിഹാരം. ആമേൻ. സ്തോത്രം. അപ്പോൾ അങ്ങനെ വേദന സഹിച്ച് അവരെ കുനിച്ചു നിർത്തിക്കെട്ടി തല്ലുവാൻ തുടങ്ങി. 39 അടി അവന്റെ പുറത്ത് അടിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അത് കഴിഞ്ഞ് ഭാരമേറിയ ഒരു കുരിശ് അവന്റെ ചുമലിൽ വെച്ചു കൊടുത്തു. വീണും എഴുന്നേറ്റും ഗോൽഗോഥ കുന്നിന്റെ മുകളിലേക്ക് അവൻ നടന്നു നീങ്ങി. ഒരു ദാക്ഷിണ്യവുമില്ലാതെ പടയാളികൾ ആ
ക്രൂശിന്റെ മുകളിലേക്ക് അവൻ എടുത്തിട്ടു. ഭാവനയിൽ നിങ്ങളൊന്ന് കാണണം. പുറം തല്ലിക്കീറപ്പെട്ടിരിക്കുക, അതിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ആ ശരീരം വീണ്ടും എടുത്ത് ആ ക്രൂശിലിട്ടപ്പോൾ ഉണ്ടായ വേദന എത്രയായിരിക്കുമെന്ന് ചിന്തിക്കണം. മുറിയുമ്പോൾ പെട്ടെന്ന് ഒരു തരിപ്പും വേദനയും അനുഭവപ്പെടും. പിന്നെ അല്പം കഴിയുമ്പോൾ അത് ശമിക്കുവാനിടയാകും. പിന്നെ ഒന്ന് അത് അനങ്ങിയാൽ ഉണ്ടാകുന്ന ആ വേദന മുറിവ് ഏറ്റതിനേക്കാളും കാഠിന്യമുള്ളതാണ്. സ്തോത്രം. ഒന്ന് നോക്കിയേ, എടുത്തവനെ ക്രൂശിന്മേൽ ഇട്ടപ്പോൾ അവന്റെ ശിരസിൽ മുൾക്കിരീടം അത് ഒന്നനങ്ങിയപ്പോൾ എത്ര കൊടിയ വേദന എനിക്കും നിനക്കും വേണ്ടി പ്രാണപ്രിയൻ അനുഭവിച്ചു. ഇതനുഭവിക്കുവാൻ നിയമിച്ചാക്കിയ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തയോടുകൂടി ഒന്നൊന്നായവൻ തീർത്തു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കും എതിരെ പിറുപിറുക്കുകയും പാപം ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, മോശേ നീ എന്നെ വിട, ഈ ജനത്തെ ഇപ്പോൾ ഞാൻ ഇല്ലാതെയാക്കാം, നിന്നെ വലിയൊരു ജാതിയാക്കാം. ഉടനെ മോശ പറഞ്ഞു, ദൈവമേ അവരെ നീ സ്വീകരിക്കുന്നില്ല എങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് കൂടെ മായ്ച്ചു കളയണം. വീണ് കിടന്നവൻ കരഞ്ഞു. പ്രാണപ്രിയൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പിതാവിനോട് വിളിച്ചു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം. ദൈവത്തിലെ കൊടിയ വേദന സഹിക്കുമ്പോഴും ഇവരോട് ക്ഷമിക്കണം എന്ന് അപേക്ഷയുടെ സ്വരം ഹൃദയത്തിനകത്തു നിന്ന് ഉയരുവാൻ കാരണം ഹല്ലേലൂയ അസഹിക്കുന്ന വേദനയ്ക്കകത്ത് എന്നെയും നിന്നെയും കണ്ടതുകൊണ്ടാണ് അവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് സഹിക്കുവാനിടയായത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലൊരു ദൂത് വിളിച്ചു പറയാം. ഇന്ന് രാവിലെ വേളയിൽ നിന്ന് സഹിച്ചപ്പോൾ, പരിഹാസം സഹിച്ചപ്പോൾ, നിത്യതയിലുള്ള ആ പ്രതിഫലത്തെ ആത്മ കണ്ടുകൊണ്ട് ഒന്ന് കാണ്. നീ സഹിക്കുന്ന വേദന വൃഥാവല്ല. ഹല്ലേലൂയ. പ്രാണപ്രിയൻ ക്രൂശിൽ സഹിച്ചത് എന്നെയും നിന്നെയും കണ്ടിട്ടാണെങ്കിൽ സന്തോഷത്തോടുകൂടെ സഹിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, എന്നെയും നിന്നെയും ക്രൂശിൽ കിടക്കുമ്പോൾ പ്രാണപ്രിയൻ കണ്ടത് കൊണ്ടാണ് ആ വേദനയവൻ സഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമിച്ചാക്കിയവന് വിശ്വസ്തയോടുകൂടെ അത് സഹിപ്പാനിടയായി. പ്രതിഫലം ആ സമയത്തിന്റെ കർത്താവ് കണ്ടില്ല, എന്നാൽ ആത്മക്കണ്ണുകളാൽ അവനത് കണ്ടു. ഞാൻ സഹിക്കുന്ന വേദനയ്ക്ക്, ഞാൻ ഏൽക്കുന്ന പങ്കപ്പാടിന്
കോടാനകോടി വിശുദ്ധർ നിത്യതയുടെ തീരത്ത് നിൽക്കുന്നത് എന്റെ കർത്താവ് കണ്ടപ്പോ ആ കൂട്ടത്തെ എന്നെയും നിന്നെയും തിരഞ്ഞെടുത്ത ആ ദൈവ സ്നേഹത്തില് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, നിന്റെ ശ്രേഷ്ഠത കൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിന് നിന്നോട് കാരുണ തോന്നി. ഇത്ര സൗഭാഗ്യം ഇഷ്ടികയിൽ വേറെ എങ്ങുമില്ല കേട്ടോ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ മാത്രമാണ്. Hallelujah. Praise Jesus. Praise Jesus. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവന്റെ കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ അടിച്ചിറക്കി. എന്നിട്ട് പാറയിൽ വെട്ടിയ കുഴിക്കകത്തേക്ക് പൊക്കിയ ക്രൂശിട്ടു. വചനം പറയുന്നത് എങ്ങനെയാണ്? അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടുപോയി. ഒന്ന് ചിന്തിച്ചേ, അസ്ഥികളുടെ ബന്ധം വിട്ടുപോയപ്പോൾ ഹല്ലേലൂയ, ഈ കൈയിൽ ശരീരഭാരം മൊത്തം ഒറ്റടിക്ക് വന്നപ്പോൾ കൈകളുടെ ജോയിന്റ്സുകൾ വിട്ടുകാണുവാൻ സാധ്യതയുണ്ട്. ഇപ്പോ മാംസത്തിൽ ആ ശരീരം തൂങ്ങിക്കിടക്കുകയാണ്. കൊടിയ വേദന എനിക്കും നിനക്കും വേണ്ടി സഹിച്ചത് വെറുതെ പരിതാപങ്ങൾ പറയാതെ അവനത് സഹിച്ചുവെങ്കിൽ ദൈവമൈതലേ, ക്രിസ്തുവിന് വേണ്ടി അല്പം വേദന, അല്പം നിന്ന, അല്പം പരിഹാസം നീ സഹിക്കുമ്പോൾ പിറവിറുക്കരുത് കേട്ടോ. സന്തോഷത്തോടെ അത് സഹിക്കണം. നിത്യതയിൽ പ്രതിഫലമുണ്ട്. നിത്യതയിൽ പ്രതിഫലമുണ്ട്. ആ മഹാപ്രതിഫലമുള്ള അവിശ്വാസത്തെ ത്യജിക്കരുത്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. വായിച്ച തിരുവചന ഭാഗത്ത് 2:14 വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമയായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. മരണത്തിനും ഒരു വിടുതലിന്റെ ശുശ്രൂഷ എന്റെ കർത്താവ് നിറവേറ്റി. അടിമയാക്കി വെച്ച ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് മോചനം നൽകിയ ഇടമാണ് കാൽവരി ക്രൂശ്. മരണത്തിന്റെ അധികാരി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവമായി ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് മരണഭയം ഇല്ലെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? കാരണം ഉറപ്പുണ്ടാവണം കേട്ടോ, ദൈവിക ബന്ധം ഉണ്ടാവണം കേട്ടോ. ബന്ധമുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആബ്സെന്റ് ആയാൽ മറ്റൊരിടത്ത് പ്രസന്റ് ആകുകയാണ്. ഒരു ട്രാൻസ്ഫർ, ഒരു പ്രൊമോഷൻ, സ്തോത്രം. ആമേൻ. എന്താ പ്രൊമോഷൻ? വേദനയില്ലാത്ത, പരിതാപങ്ങളില്ലാത്ത, നിന്നയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, സ്തോത്രം, ഒരിടത്തേക്കുള്ള ട്രാൻസ്ഫർ. ആമേൻ.
എത്ര സന്തോഷമായിരിക്കും നോക്കിയേ. അപ്പൊ മരണം വാസ്തവത്തിൽ സന്തോഷമാണോ ദുഃഖമാണോ? സന്തോഷം. ആർക്ക്? നേരോട് വന്നു. സ്തോത്രം. Amen. ദൈവിക ബന്ധത്തിൽ നേരോട് നടക്കുന്നവർക്ക് എന്താണ്? മരണം സന്തോഷമാണ്. അതാണ് ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എന്തൊക്കെ പലരും ഈ പാട്ട് രാത്രി പാടില്ല, പേടിയാ. ഈ പാട്ട് നീയില്ല, രാത്രി പാടില്ല. ഞാൻ കിടക്കപ്പായ കിടന്ന് പാടുമായിരുന്നത്. ഞാൻ കിടന്നുറങ്ങുന്ന നേരത്ത് ഇത് പാടുമായിരുന്നു. അപ്പൊ അടുത്തുനിന്ന് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇത് പാടി സന്തോഷിക്കാൻ എഴുതിയ പാട്ടാണിത്. അത് മരണപ്പാട്ടായി പോയി. ഇപ്പൊ മരിച്ച വീട്ടിലേ പാടുള്ളൂ. ഇപ്പൊ ഒരു കാര്യം ചെയ്ത് നമ്മുടെ വീടിന്റെ അകത്ത് കതകും തുറന്നിട്ട് അകത്തിരുന്ന് ഈ പാട്ടൊന്ന് പാട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് വാതിക്ക് നിൽക്കുന്ന കാണാം. വാസ്തവത്തിൽ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. സഭകളിലും പാടില്ല, വീടുകളിലും പാടില്ല. മരിക്കുന്ന സമയത്ത് പാടുകയുള്ളൂ. മരിക്കുന്ന സമയത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂല്ല. ശരിക്കിത് പാടി സന്തോഷിക്കേണ്ടതാണ് ഈ പാട്ട്. അതിലെ ഓരോ വരികളും ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. എത്രയോ സന്തോഷം നൽകുന്ന വാക്കുകളാണ്. പക്ഷെ ജീവിക്കുന്നവർക്ക് പറ്റുള്ളൂ. എന്നാൽ അപ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, എന്നിട്ട് മരണഭീതിയിൽ അടിമകളായി കിടന്ന മനുഷ്യവർഗത്തെ അങ്ങ് വിടുവിച്ചു. അതെന്റെ ഭാഷ ചേർത്ത് പറയുക, സ്തോത്രം. അപ്പം ഈ അമ്മച്ചിയെ 10-70 വർഷം വ്യാധി കൊണ്ടു നടന്നു. തമ്പുരാൻ ചോദിച്ചു, അവളെ തരാൻ നിനക്ക് എന്താ വേണ്ടേ? അവളെ തരാൻ നിനക്ക് എന്താ വേണ്ടേ? പറ. നിന്റെ രക്തം വേണം, എന്നെടുത്തോ. അവളെ ഇങ്ങ് വിട്ടുതാ. ഇതാ വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ നടന്നത്. മനുഷ്യവർഗത്തെ അടിമയാക്കി വെച്ചിരുന്ന പൈശാചികനെ തന്റെ മരണത്താൽ എന്ത് ചെയ്തു? അങ്ങ് നീക്കി. അടിമകളായി കിടന്ന എല്ലാവരും വിടുവിച്ചു. പക്ഷെ അത് പ്രാപിക്കാനായിട്ട് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. സൗജന്യമാണ് രക്ഷ, വില നൽകണ്ട. രക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വില നൽകേണ്ടി വരും. നിന്ന പരിഹാസം. ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ദൈവിക സാന്നിധ്യം, കാരണം ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരിക എന്ന് പറഞ്ഞ ഹൃദയത്തിനകത്ത വാസം ആരംഭിക്കുക. ഇപ്പൊ മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തപ്പോൾ ആ സമാഗമന കൂടാരത്തിലേക്ക് എന്ത് ചെയ്തു? ദൈവ തേജസ് ഇറങ്ങി വന്നു. മോശയാണ് അതൊക്കെ ചെയ്തത്. കാര്യങ്ങളൊക്കെ ശരിയാ. ദൈവ തേജസ്സിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അതിനകത്തേക്ക് അവൻ കടക്കാൻ പറ്റാത്ത സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് മറ്റൊരു അനുഭവമാണ്. ആമേൻ. ഞാൻ അല്പം ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് വാക്കുകൾ നിർത്താം. ശത്രുവായ പൈശാചികൻ മനുഷ്യവർഗത്തെ
അടിമകളാക്കി വെച്ചിരുന്ന ആ മരണഭയത്തെ കാൽവരി ക്രൂശിൽ അവൻ നീക്കിക്കളഞ്ഞു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം. അതിന് മറ്റൊരു ചിത്രം നമ്മൾ നോക്കിയാൽ കൊലോസ്യ ലേഖനത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നടുച്ചുവരൊക്കെയും ഇടിച്ചു കളഞ്ഞ് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാത്ത നിലയിൽ ഒരു നടുച്ചുവർ ഉയർത്തി വെച്ചേക്കായിരുന്നു. അതിനെ ഇടിച്ചു കളഞ്ഞ് അവന്റെ കയ്യിലൊരു ചീട്ടുണ്ടായിരുന്നു, സണ്ണിയുടെ പാപങ്ങൾ എന്നും പറഞ്ഞൊരു പട്ടിക, കൈച്ചീട്ട്. അതങ്ങ് മേടിച്ചു, രക്തം കൊണ്ട് അതങ്ങ് മായിച്ചു. എന്നിട്ട് ക്രൂശിൽ തറച്ച് ആ ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുമോ? ഒരു ശത്രുവിന് നിന്നെ തൊടാൻ കഴിയില്ല. ഉടമസ്ഥൻ അനുവാദം നൽകാതെ, ഉടമസ്ഥൻ അനുവദിച്ചു കൊടുക്കാതെ നിനക്ക് എന്തു ചെയ്യാൻ കഴിയില്ല. ഒരു ശത്രുവിനും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവകരത്തിൽ നീ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നല്ല വചനം പറയുന്നേ. ബാലശിക്ഷ കിട്ടും. എന്തിനു വേണ്ടിയാ? ദൈവിക വിശുദ്ധി പ്രാപിപ്പാൻ. ആ ബാലശിക്ഷ കിട്ടുമ്പോ ചോദിച്ചാ മതി കർത്താവിനോട്, അപ്പച്ചാ എവിടെയാ കുറവ് സംഭവിച്ചേ, എവിടെയാ ഞാൻ ക്രമപ്പെടേണ്ടേ? ശാന്തമായ അപ്പച്ചനോട് ചോദിക്കണം. അപ്പൊ പറയും, മോനെ ഇന്നയിടത്ത് ഒരു ചെറിയ കുറവുണ്ട്, കർത്താവേ ക്ഷമിക്കണം. അപ്പച്ചനോടങ്ങ് ചേർന്നങ്ങ് നിൽക്കണം. ചേർത്തണയ്ക്കുന്ന ആ മാർവോട് ചാരുവാൻ കഴിയത്തക്ക നിലയിൽ നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവ സാന്നിധ്യം. ഞാനിവിടെ ഇതിക്ക് മുൻപ് പറഞ്ഞിട്ടുള്ളതാ, യോഹന്നാൻ അവന്റെ മാർവിൽ ചാരിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവ് അവനെ ചേർത്ത് പിടിച്ചു കാണും. നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മുടെ നെഞ്ചോട് ചാഞ്ഞു കഴിഞ്ഞാൽ തള്ളി മാറ്റില്ലല്ലോ. അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും. ഈ പുഴി ഞൊളയുന്നതിനെ പോലെ ഞൊളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറക്കി വിടും. ചേർന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ ചേർത്തങ്ങ് പിടിക്കും. എന്നതുപോലെ ആ സ്നേഹവാത്സല്യം അനുഭവിച്ചവനാണ് യോഹന്നാൻ. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന ദൈവവിധിയിലെ നമ്മെ ചേർത്ത് നിർത്തുവാൻ അവൻ മതിയായവനാണ്. ആ സ്നേഹവാത്സല്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്രകാരം ഒരു ഹല്ലേലൂയ അനുഭവത്തിനുടമകളായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മരണഭയം നീക്കിയെങ്കിൽ ശത്രുവിനോട് പറയണോ, പിശാചേ ഇനി നീ എന്റെ നേരെ വാതുറക്കരുത്, മാറിപ്പോകുവാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുകയോ. പരിശുദ്ധയാത്മാവിന്റെ പ്രവൃത്തിയും മഹത്വവും വെളിപ്പെടട്ടെ. ക്രിസ്തുവും തന്നെ നിയമിച്ച് ആക്കിയവൻ വിശ്വസ്തനായി നിലകൊണ്ടു. മോശയും തന്നോട് അരുളി ചെയ്ത, കൽപ്പിച്ച വാക്കുകൾ അതുപോലെ തന്നെ ചെയ്തു. അതുപോലെ ചെയ്തപ്പോൾ എന്തുണ്ടായി? ആ കൂടാരത്തിനകത്ത്, സമാഗമന കൂടാരത്തിനകത്ത് തേജസ് ഇറങ്ങി വരുവാനിടയായി. അർത്ഥാൽ ദൈവം താൻ തന്നെ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. എന്നതുപോലെ നീ ദൈവമായുള്ള ബന്ധത്തിൽ വാസ്തവമായി നിലകൊള്ളുവാൻ തയ്യാറായാൽ നിന്റെ ഹൃദയത്തിനകത്ത് പിതൃപുത്ര പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യം നിറയത്തക്കവണ്ണം അല്ലെങ്കിൽ ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിനുടമയാകുവാൻ
കാക്കവനോ നിന്നെ പണിതെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആ ദൈവമഹത്വം കണ്ട അപ്പനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കെട്ടതായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. പരിശുദ്ധനെ, അപ്പച്ചന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം സമയം പ്രാണപ്രിയരോട് ചേർന്നിരിപ്പാൻ അവിടുന്ന് നൽകിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുക. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുക. അവിടുന്ന് വ്യക്തമായി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുക. ഞങ്ങളെ അറിയുന്ന പ്രാണപ്രിയ, ഞങ്ങളെ അറിയുന്ന പ്രിയനെ, അങ്ങയോ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ പോകട്ടെ, ഈ ബലത്തോടെ ഞങ്ങൾ യാത്ര ചെയ്യട്ടെ, ഈ ബലം ഞങ്ങൾ അനുഭവിപ്പാൻ ഈ ദയാകട്ടെ. അവിടുന്ന് സകലം നന്നായി ചെയ്യും കൃപയ്ക്ക് നന്ദി. മഹത്വമേശു കർത്താവിന് മറുപടി നൽകി ആദരിക്കും കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാനേ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പ് കാവൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകത്തിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുഖത്ത് കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം.